കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ന്യൂക്ലിയർ ആയുധം വെച്ചുള്ള വിരട്ടലും വെല്ലുവിളിയും തുടരുകയാണ് ഡൊണാൾഡ് ട്രംപും പുടിനും. റഷ്യയെ ലക്ഷ്യമാക്കി ന്യൂക്ലിയർ സബ്മറൈൻ തയ്യാറാണെന്ന് അമേരിക്ക പറയുമ്പോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അമേരിക്കയെ 2 മിനിറ്റ് കൊണ്ട് ഭൂലോകത്തൊന്നും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ കയ്യിലുണ്ടെന്ന് റഷ്യയും തിരിച്ചടിക്കുകയാണ്. ഇതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൂചനകളാണ് എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലുള്ള വെല്ലുവിളികളാണ് പരസ്പരം ഇരു രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിന്റെ സർവനാശത്തിന് തന്നെ കാരണമായിരിക്കുമെന്നിരിക്കെ അമേരിക്കയുടെയും റഷ്യയുടെയും ഈ വെല്ലുവിളികളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇതിനിടെയും ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് ഗൗനിക്കുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അമിത ടാക്സ് ഈടാക്കിയപ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. റഷ്യയും അമേരിക്കയും നിരന്തരം വെല്ലുവിളി തുടരുമ്പോഴും ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏവരും ഉറ്റുനോക്കുന്നത്. ഏഷ്യയിലെ തന്നെ നിർണായക ശക്തികളായ ഇന്ത്യയും ചൈനയും റഷ്യയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയത്തിന് പ്രാധാന്യം അർഹിക്കുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിന്റെ നീക്കങ്ങളും നിരീക്ഷണങ്ങളും വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഫാക്ട് ഫൈൻഡർ. അമേരിക്കയുടെയും റഷ്യയുടെയും ന്യൂക്ലിയർ വെല്ലുവിളിക്കിടെ ഇന്ത്യയുടെ പങ്കുകൂടിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അമിത ടാക്സ് ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്കയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് നൽകിയ അഭിമുഖമാണ് ഇന്ന് ചർച്ചയാകുന്നത്. Russian oil. He wants a tremendous relationship and has had always a tremendous relationship with India and the Prime Minister. But we need to get real about dealing with the financing of this war. So President Trump, all options are on the table to deal diplomatically, financially, and otherwise with the ongoing war in Ukraine so we can achieve peace. ഈ ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി ഇന്ത്യക്ക് അമിത ടാക്സ് ഏർപ്പെടുത്തിയതിന്റെ കാരണങ്ങൾ അമേരിക്കയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവും ട്രംപിന്റെ വലങ്കൈയുമായ സ്റ്റീഫൻ മില്ലർ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മേൽ 25% ടാക്സ് ഏർപ്പെടുത്തിയതെന്ന്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫോക്സ് ന്യൂസിന് ഈ ഒരു ഇന്റർവ്യൂ നൽകുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ ഉപദേശകനും അതോടൊപ്പം തന്നെ ട്രംപിന്റെ പല പ്രസംഗങ്ങളും പ്രതികരണങ്ങളും തയ്യാറാക്കുന്നതും ഈ സ്റ്റീഫൻ മില്ലറാണ്. അമേരിക്കയിലെ കുടിയേറ്റ ഒഴിപ്പിക്കലിൻ്റെതടക്കം നിർണായക നീക്കങ്ങളിലെല്ലാം സ്റ്റീഫൻ മില്ലറിൻ്റെതായിരുന്നു മാസ്റ്റർ മൈൻഡ്. ഈ ഒരു സ്റ്റീഫൻ മില്ലറാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരായി ഒരു പ്രതികരണം നടത്തിയത്. ഇന്ത്യ റഷ്യയ്ക്ക് വേണ്ടി ഫണ്ടിങ് നടത്തുന്നുവെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഒരു സ്റ്റീഫൻ മില്ലർ ഉന്നയിച്ചിട്ടുള്ളത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി ഫണ്ടിങ് നടത്തുന്നത് ഇന്ത്യയാണെന്നും ഉക്രൈനിലെ രക്തച്ചൊരിച്ചിലിന് കാരണം ഇന്ത്യയാണെന്നുമുള്ള തരത്തിലുള്ള പ്രതികരണമാണ് സ്റ്റീഫൻ മില്ലർ നടത്തിയത്. ഇത് തന്നെയായിരിക്കണം അമേരിക്കയുടെയും നിലപാട്. ഇതിന്റെ എക്സാക്ട് വേർഡ് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ഫണ്ടിങ് റഷ്യൻ വാർ എന്ന ഒരു പ്രയോഗമാണ് സ്റ്റീഫൻ മില്ലർ നടത്തിയത്. ഇന്ത്യ നിലവിൽ ഒരു രാജ്യത്തിന്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാറോ ഇത്തരത്തിൽ പക്ഷം ചേർന്ന് ഫണ്ടിങ് നടത്തുന്നത് ഇന്ത്യയുടെ രീതിയല്ല, ഇന്ത്യയുടെ ശൈലിയല്ല എന്നിരിക്കെയാണ് അമേരിക്കയുടെ ഈ ഒരു പ്രതികരണം. സാഹിബിന്റെ ഈ ഒരു കരച്ചിലിൽ പിന്നിൽ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഉക്രൈനുമായി യുദ്ധം തുടങ്ങിയതു മുതൽ അമേരിക്ക റഷ്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ പാകിസ്ഥാൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയും ചൈനയും ബ്രസീലും ഈ വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലായിരുന്നു. അതിനാൽ തന്നെ റഷ്യയിലെ ഓയിലിന്റെ ഭൂരിഭാഗവും വാങ്ങുന്നത് ഈ 3 രാജ്യങ്ങളാണ്. റഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും റഷ്യൻ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നതും ഈ ഓയിൽ വ്യാപാരമാണ്. ഓയിൽ വ്യാപാര രംഗത്ത് ഇന്ത്യയും ചൈനയും ബ്രസീലുമാണ് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരായി ഡൊണാൾഡ് ട്രംപും അമേരിക്കയും നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി വേണം സ്റ്റീഫൻ മില്ലറിന്റെ ഈ പ്രതികരണത്തെയും കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ അമിത ടാക്സിനെയുമെല്ലാം നോക്കിക്കാണാൻ. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് പിന്മാറാൻ ഇന്ത്യ തയ്യാറല്ല എന്ന കൃത്യമായ സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു ബിസിനസ് ഡീലിനും ഇന്ത്യ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. അമേരിക്കയെ സംബന്ധിച്ച് നിൽക്കുന്ന പ്രധാന പ്രശ്നം റഷ്യയെ സാമ്പത്തികമായി തകർക്കാനാവാത്തതാണ്. വർഷങ്ങളോളം യുദ്ധം ചെയ്തിട്ടും അമേരിക്ക വ്യാപാര ബന്ധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടും റഷ്യൻ എക്കോണമിയെ തകർക്കാൻ ഇതുവരെയും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണമായി അമേരിക്ക നോക്കിക്കാണുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയുമായി നടത്തുന്ന വ്യാപാര ബന്ധങ്ങളെയാണ്.
കാരണം റഷ്യയുടെ 50% ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. 40% ഇന്ത്യയും വാങ്ങുന്നുണ്ട്. ബാക്കി വരുന്ന 10% മാത്രമാണ് ബ്രസീൽ വാങ്ങുന്നത്. അതിനാൽ തന്നെ ഈ 3 രാജ്യങ്ങളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരം രാജ്യങ്ങൾക്കെതിരായി വലിയ രീതിയിലുള്ള ടാക്സ് ഏർപ്പെടുത്തലും ഭീഷണിയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തുടരുന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ താല്പര്യം മുൻനിർത്തി വ്യാപാര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചെങ്കിലും ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല റഷ്യയുമായുള്ളത്. 70കളിലെ USSR മുതൽ ഇന്നത്തെ റഷ്യയുമായി വരെ ഇന്ത്യക്ക് വളരെ അടുത്ത സൗഹൃദ ബന്ധമാണുള്ളത്. ആയുധ വ്യാപാര വിപണിയിലടക്കം ഇന്ത്യയുടെ കരുത്തായി ഇന്ത്യ നോക്കിക്കാണുന്നത് റഷ്യയാണ്. മിസൈൽ പരീക്ഷണങ്ങൾക്കടക്കം റഷ്യ നൽകിയ സംഭാവന ചെറുതല്ല. ഇന്ത്യയുടെ കരുത്തായി തന്നെയാണ് ഇന്നും ഇന്ത്യ റഷ്യയെ നോക്കിക്കാണുന്നത്. 70കളിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലടക്കം 7ാം നാവികപ്പടയുമായി ഇന്ത്യക്കെതിരെ ആക്രമിക്കാനെത്തിയവരാണ് അമേരിക്ക. ഇതൊന്നും ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന ശക്തമായ നിലപാടുമായാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക നീക്കങ്ങളുടെ ലളിതമായ വിശകലനവുമായി വീണ്ടും കാണാം.